യുപിയിലെ കാവഡ് യാത്രയിൽ വിവാദ ഉത്തരവുമായി മധ്യപ്രദേശും. തീർത്ഥാടന യാത്രാ മേഖലയിൽ കടയുടമകൾ പേരും ഫോൺ നമ്പറും പ്രദർശിപ്പിക്കണമെന്ന് ഉജ്ജയിൻ മുനിസിപ്പൽ കോർപ്പറേഷൻ നിർദ്ദേശം നൽകി. ഉത്തരവ് ലംഘിച്ചാൽ പിഴ ഈടാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഉത്തരാഖണ്ഡിനും ഉത്തർപ്രദേശിനും പിന്നാലെയാണ് മധ്യപ്രദേശിലും വിവാദ ഉത്തരവിറങ്ങിയത്. കച്ചവടക്കാർ പേരും നമ്പരും പ്രദർശിപ്പിക്കണമെന്നാണ് ആവശ്യം. ഉത്തരവ് ലംഘിച്ചാൽ കടയുടമകൾക്കെതിരെ ആദ്യഘട്ടത്തിൽ 2000 രൂപയും അടുത്ത തവണ 5000 രൂപയും പിഴ ചുമത്തുമെന്ന് ഉജ്ജയിൻ മേയർ മുകേഷ് തത്വാൾ പറഞ്ഞു. അതിനിടെ കാവഡ് തീർത്ഥാടകർക്കായി ന്യൂനപക്ഷ സമുദായങ്ങൾ നടത്തിവരുന്ന ക്യാമ്പുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. കച്ചവടക്കാർക്കെതിരെയുള്ള വിവാദ ഉത്തരവിനെ തുടർന്നാണ് നടപടി. വ്യത്യസ്തമായ സ്വത്വങ്ങളുണ്ടാകാമെന്നും എന്നാൽ പൊതുവിൽ എല്ലാവരും ഇന്ത്യക്കാരാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. I think the identity of all Indians is whatever we may be privately, but publicly we are all Indians. അതേസമയം വിവാദ ഉത്തരവിൽ NDAയ്ക്കുള്ളിലും ഭിന്നത രൂക്ഷമാവുകയാണ്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഉത്തരവ് പിൻവലിക്കണമെന്ന NDA ഘടകകക്ഷിയായ RLD ആവശ്യപ്പെട്ടു. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. 24 ഡൽഹി.